കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലറും രജിസ്ട്രാറും തമ്മിലുള്ള തർക്കം രൂക്ഷമായി തുടരുന്നതിനിടെ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി VC. തൃശൂർ രാമനിലയത്തിലാണ് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ രജിസ്ട്രാർക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. സിൻഡിക്കേറ്റ് കൂടാതെ എങ്ങനെ രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയെന്നും അദ്ദേഹം ചോദിച്ചു. വൈസ് ചാൻസലറായ താൻ അധ്യക്ഷത വഹിക്കാതെ സിൻഡിക്കേറ്റ് യോഗം എങ്ങനെയാണ് കൂടിയത്? രജിസ്ട്രാർ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്നും VC പറഞ്ഞു. സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് അദ്ദേഹം വൈസ് ചാൻസലറോടോ സിൻഡിക്കേറ്റിനോടോ ചാൻസലറോടോ ആവശ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം നേരെ കോടതിയിൽ പോയി. അത് ചെയ്യാവുന്നതാണ്, ഏതൊരു പൗരനും ചെയ്യാവുന്നതാണ്. കോടതിയിൽ ചെന്നിട്ട് അദ്ദേഹം കേസ് കൊടുത്തു. അപ്പോൾ കോടതി പറഞ്ഞു പിറ്റേ ദിവസം നമുക്ക് വിശദമായി കേൾക്കാവുന്നു. പിറ്റേ ദിവസം അദ്ദേഹം പറയുന്നു എനിക്ക് പരാതിയില്ല, ഞാനത് പിൻവലിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു എൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചു എന്ന്. അപ്പോൾ സസ്പെൻഷൻ പിൻവലിച്ചു എന്ന് പറയുന്നതിൻ്റെ രേഖ എവിടെ കാണിച്ചിട്ടില്ല. ആരാണ് പിൻവലിച്ചതെന്നും ആർക്കും അറിയില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത് സിൻഡിക്കേറ്റ് പിൻവലിച്ചു എന്നാണ്. അതിന് സിൻഡിക്കേറ്റ് കൂടിയിട്ടില്ല. സിൻഡിക്കേറ്റ് എങ്ങനെയാണ് കൂടുക? സിൻഡിക്കേറ്റ് കൂടണമെങ്കിൽ അതിന് വൈസ് ചാൻസലർ അധ്യക്ഷത വഹിക്കണം. എന്നിട്ട് അതിലൊരു തീരുമാനമെടുക്കണം. ആ തീരുമാനം വൈസ് ചാൻസലർ അപ്രൂവ് ചെയ്യണം. എന്നിട്ട് ആ തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യാൻ വൈസ് ചാൻസലർ ഒപ്പിടണം. ഇതൊന്നും നടന്നിട്ടില്ല. താൻ സർവകലാശാലയിൽ ചെന്നാൽ പോലീസിനും വിദ്യാർത്ഥികൾക്കും അടികിട്ടും. ഫയലുകൾ ഓൺലൈനിൽ പോലും നോക്കാനാകാത്ത സ്ഥിതിയാണ്. ഭരണസ്തംഭനത്തിന്റെ ഉത്തരവാദി താനല്ല. 2500 ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഒപ്പുകാത്ത് കിടക്കുന്നു എന്നത് പച്ചക്കള്ളമാണ്. 400 ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ മാത്രമാണ് ഒപ്പിടാനുള്ളത്. ഓഫീസിൽ ചെന്നാൽ ഉടൻ അത് വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്നും മോഹനൻ കുന്നുമ്മൽ പറഞ്ഞു. അതേസമയം താൽക്കാലിക VC നിയമനത്തിൽ ഗവർണർക്ക് തിരിച്ചടി. നിയമനം തെറ്റാണെന്ന് സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവച്ചു. TCV തൃശൂർ.